പശ്ചിമേഷ്യൻ പ്രതിസന്ധി തുടരുന്നതിനിടെ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ആശങ്ക സ്വർണം വാങ്ങുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും ഇന്ധന ഉപയോഗം കുറയ്ക്കണമെന്നുമുള്ള നിർദ്ദേശത്തോടെ സ്വർണ്ണ ഇറക്കുമതി തീരുവയും ഇന്ധനവിലയും കൂട്ടുമോ എന്ന അഭ്യൂഹമാണ് ശക്തമായത്. നരേന്ദ്രമോദിക്ക് രാജ്യം ഭരിക്കാൻ ശേഷിയില്ലെന്ന കടുത്ത വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തു വന്നു. സെക്കന്ദരാബാദിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിനിടെയാണ് കോവിഡ് കാലത്തേതുപോലെയുള്ള നിയന്ത്രണം വേണമെന്ന നിർദ്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചത്. സ്വർണം വാങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക, ഇന്ധന പ്രയോഗം കുറയ്ക്കുക, അത്യാവശ്യമല്ലാത്ത വിദേശയാത്രകൾ ഒഴിവാക്കുക, വർക്ക് ഫ്രം ഹോം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയായിരുന്നു നിർദ്ദേശങ്ങൾ. ഇതോടെയാണ് കടുത്ത നടപടികളിലേക്ക് കേന്ദ്രം കടക്കുമോ എന്ന ആശങ്കയും ഉയർന്നത്. നിലവിൽ 6% സ്വർണ്ണമിറക്കുമതിക്ക് കേന്ദ്ര സർക്കാർ തീരുവയായി ചുമത്തുന്നത്. വിദേശ നാണ്യശേഖരം സംരക്ഷിക്കാനായി സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കൂട്ടുമോ എന്നാണ് അഭ്യൂഹം. തീരുവ കൂട്ടിയാൽ സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവുണ്ടാകും. ഡിമാൻഡ് ഇടിയുന്നതോടെ ഇറക്കുമതിയും കുറയും. പാചകവാതക വില കൂടിയപ്പോൾ തന്നെ പെട്രോൾ ഡീസൽ വിലയും കൂടുമെന്ന് വിലയിരുത്തപ്പെട്ടതാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കണമെന്ന മോദിയുടെ ആഹ്വാനത്തോടെ അത് വീണ്ടും ശക്തിപ്പെട്ടു. പ്രതിമാസം 3000 കോടി രൂപയുടെ നഷ്ടമാണെന്നും വില വർദ്ധിപ്പിക്കാതെ മറ്റു മാർഗമില്ലെന്നുമാണ് എണ്ണ കമ്പനികളുടെ വാദം. കോവിഡ് കഴിഞ്ഞതോടെ പല കമ്പനികളും വർക്ക് അറ്റ് ഹോം അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ മോദിയുടെ ആഹ്വാനത്തോടെ വർക്ക് അറ്റ് ഹോമിലേക്ക് മടങ്ങുന്നതും പല സ്ഥാപനങ്ങളും പരിഗണിച്ചേക്കും. മോദിയുടെ ആഹ്വാനം വിവിധ മന്ത്രാലയങ്ങൾ ചർച്ച ചെയ്യും. എന്നാൽ ഇത് ഉത്തരവായി ഇറക്കാനോ ഭാഗിക ലോക്ക്ഡൌൺ ഏർപ്പെടുത്താനോ നീക്കമില്ലെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മോദിയുടെ ആഹ്വാനം ഏറ്റെടുത്തേക്കും. അതേസമയം പ്രധാനമന്ത്രിക്കെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നു. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പരാജയത്തിന്റെ തെളിവാണെന്ന് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.